നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഇന്ന് നമ്മൾ തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലാണ്. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇല്ലിക്കൽ ഹുസൈനും പ്രതിപക്ഷ നേതാവ് VK ബാലസുബ്രഹ്മണ്യനുമാണ്. സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരെയും. ആദ്യം പ്രസിഡന്റിൽ നിന്ന് തുടങ്ങാം. പ്രസിഡന്റ്, അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, അതായത് 5 വർഷം കൊണ്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ഇൻട്രോ. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി വന്നതിന് ശേഷം 72 കോടി റുപ്യൻ്റെ പദ്ധതി നമുക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 2025-26 വർഷത്തിൽ ഏകദേശം 20 കോടി റുപ്യയുടെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സാധാരണക്കാരനായ ആളുകൾ പ്രത്യേകം ആശ്രയിക്കുക പ്രാദേശിക സർക്കാർ എന്നുള്ള നിലയിൽ പഞ്ചായത്തിനെയാണ്. ആ പഞ്ചായത്ത് ആശ്രയിക്കുക എന്നുള്ള നിലയിൽ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അത് മനസ്സിലാക്കിയിട്ട് പാവപ്പെട്ടവനാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പഞ്ചായത്ത് ജനകീയമാക്കിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും, ഉൽപ്പാദന മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും പശ്ചാത്തല മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഇറങ്ങി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തനം നടത്താനും, അതുപോലെ തന്നെ നമുക്കറിയാം ഈ MLA ഇപ്പോൾ കഴിഞ്ഞ MLA PV അൻവർ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടെ നിന്നപ്പം നിരവധി ഓരോ വർഷവും ഓരോ കോടി റുപ്യേൻ്റെ പദ്ധതി വരെ നമുക്ക് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രധാന ഒരു ആരോപണമായിരുന്നു പെൻഷൻ മുടങ്ങിയെന്നുള്ളത്. അവിടെ മുതൽ തുടങ്ങുകയാണ് പ്രതിപക്ഷ ആരോപണങ്ങൾ. എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ 20-25 വർഷത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ഭരണം വളരെ പരാജയമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പുതിയ പദ്ധതികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അതുപോലെ തന്നെ നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഭൂരിപക്ഷം എന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെ അത് പഞ്ചായത്ത് ബോർഡിൽ അവതരിപ്പിച്ച് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഭരണസമിതി ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം 7ഓളം വിയോജനക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. കാരണം മേന്മയുള്ള ഭരണമാണെങ്കിൽ വിയോജനക്കുറിപ്പുകൾ വരാൻ പാടില്ലല്ലോ. ഇതിന് മുൻപത്തെ ഭരണസമിതികളിലൊന്നും ഇത്തരത്തിലുള്ള വിയോജനക്കുറിപ്പുകൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഓരോ പ്രദേശത്തിന് പഞ്ചായത്തിന് ഒന്നായി കണ്ടുകൊണ്ട് ഒരു ഡിവിഷനായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ അത് നടത്തുമ്പോൾ തന്നെ പ്രദേശത്തിനനുസരിച്ചുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. മുൻ ഭരണസമിതികൾ ഉണ്ടാക്കിയ പദ്ധതികൾ പൊടി തട്ടിയെടുത്ത് അതുപോലെയുള്ള പദ്ധതികൾ തന്നെ വീണ്ടും വീണ്ടും വീണ്ടും, കാരണം ജനകീയാസൂത്രണം തുടങ്ങിയ കാലം മുതലുള്ള പദ്ധതികൾ തന്നെയാണ് ഇപ്പോഴും നടപ്പിലാക്കിയത്. ചെറിയ ചെറിയ പദ്ധതികൾ, വൻ പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കർഷകരുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന പ്രദേശങ്ങളിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതുപോലെ ലൈറ്റുകളുടെ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ നിർബന്ധപൂർവ്വം വെച്ചിട്ടാണ് നമുക്കത് വെക്കാൻ സാധിച്ചില്ല. എന്നിട്ട് ഇതുവരെ അത് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് കൃത്യമായ ആസൂത്രണമില്ലായ്മ. പദ്ധതി നടത്തിപ്പിന് കൃത്യമായ ആസൂത്രണമില്ലായ്മയാണ് ഈ ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഞാൻ കാണുന്നത്. അതിൽ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഫോളോ അപ്പുകളില്ല. ഒരു പദ്ധതി നടപ്പിലാക്കാൻ ബോർഡ് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുന്നതിനുള്ള ആർജവം നമുക്കുണ്ടായിട്ടില്ല. അതാണ് അതിൽ മുഖ്യമായ കാരണം. ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങൾ, ചെറിയ ചെറിയ പരിപാടികൾ, ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക പുറമൂടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ അത് ഉണ്ടാക്കാനോ അതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനോ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ, പ്രസിഡന്റ് നല്ല ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രസിഡന്റ് മാറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ കാരണം പറയാം. ഓരോ സമയത്ത് ബോർഡ് മീറ്റിംഗ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും പ്രസിഡന്റിനെ വിളിച്ചാൽ പ്രസിഡന്റിൻ്റെ ടൈം കണക്കൂട്ടും. പക്ഷേ പല കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ പ്രസിഡന്റ് കൃത്യസമയത്ത് മറ്റുള്ളവരുടെ ടൈമിന് പ്രസിഡന്റ് ഒരു കാലത്തും വില ഒതുക്കാറില്ല.
പിന്നെ അതന്നെ പിന്നെ കഴിഞ്ഞ പ്രസിഡന്റ് പറഞ്ഞു MLA PV അൻവർ ആയപ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കുറേ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 9.5 വർഷം പഞ്ചായത്ത് ഭരണസമിതിയും സംസ്ഥാന ഭരണവും ഉള്ള ഒരു പാർട്ടിയാണ് ഈ പഞ്ചായത്തിൽ ഭരിക്കുന്നത്. അതിൻ്റെ ഗുണം ഈ പഞ്ചായത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പരിപാടികൾ നടത്തിയിട്ടില്ല. MLA പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഈ 9.5 വർഷം സംസ്ഥാനത്ത് ഭരണവും പഞ്ചായത്ത് ഭരണവും ഉണ്ടായിട്ട് പോലും സ്റ്റാഫിനെ നിയമിക്കാൻ പോലുമുള്ള ആർജവം നമ്മളെ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പദ്ധതികൾ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്പില്ലോവർ പദ്ധതിയിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ സ്പില്ലോവർ പ്രവൃത്തികൾ എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്പില്ലോവർ പദ്ധതി പറഞ്ഞാൽ ഇപ്പോൾ ഈ മാർച്ച് 31 വന്നാൽ ഈ ഫണ്ട് മുഴുവൻ ലാപ്സായി. പിന്നെ പുതിയ വർഷത്തെ പദ്ധതിയാണ് നമ്മൾ അതിത്തെ പണെടുത്തിട്ടാണ് ഈ സ്പില്ലോവർ പദ്ധതിക്ക് മുടക്കുന്നത്. അപ്പോൾ അടുത്ത വർഷത്തെ പദ്ധതിയിൽ വീണ്ടും കുറവ് വന്നു. ഈ പൈസ വിധിച്ചിട്ടാണ് സർക്കാർ നമുക്ക് അംഗീകരിക്കുക, അലോട്ട് ചെയ്യുക. അത്തരത്തിൽ പരിപാടി വരുമ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പ് വരികയാണ്. പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ പഞ്ചായത്തിൽ നമുക്ക് നടപ്പിലാക്കാം. ഇപ്പോൾ അമരമ്പലം പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് മിഷനിൽ വീട് കൊടുത്ത 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ കോട്ടുംപാടത്തൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ 15 മീറ്റർ വീതിയാക്കിയതും ഈ അമരമ്പലം പഞ്ചായത്തിന്റെ മാത്രം കഴിവാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഒന്നാമത്തെ പറഞ്ഞ ലൈഫ് ഭവന പദ്ധതി. ലൈഫ് ഭവന പദ്ധതി ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്ത ഒരു പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് നമ്മളെ പഞ്ചായത്ത്. 19 വാർഡിലെയും മെമ്പർമാർക്ക് കിട്ടുന്ന 19 വാർഡിലേക്കും കിട്ടേണ്ടുന്ന ആനുകൂല്യത്തിൽ ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ലൈഫ് എന്ന പദ്ധതി പൂർത്തീകരിക്കുന്നത്. കാരണം 2,20,000 രൂപ പഞ്ചായത്തിന് ബാധ്യതയാണ്, അല്ലേ? നിങ്ങൾ കണക്കൂട്ടോ, ലോണാണ്. ആ ലോണ് തിരിച്ചടക്കേണ്ടുന്ന ബാധ്യത ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് പോലും നമ്മൾ ഈ ബാധ്യത വെച്ചു കൊടുത്തുകൊണ്ടാണ്. ഏകദേശം ഇവർ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു 1000 വീടുകൾ കൊടുത്തു. 1000 വീടുകൾ കൊടുത്തിട്ടില്ല. ഏകദേശം 875 വീടുകൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ 875 വീടിൽ എഗ്രിമെന്റ് വെച്ചു എന്നുള്ളത് കൊണ്ട് പണി പൂർത്തീകരിച്ചിട്ടില്ല. പണി പൂർത്തീകരിച്ചത് 659 വീടുകളാണ്. അതിനാണ് 659 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മോശമില്ലാത്ത സംഖ്യയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്തും പ്രാദേശിക സർക്കാരുകൾ ഓരോ വർഷവും ഓരോ വാർഡിലേക്കും അതായത് ഗ്രാമസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൊടുത്തിട്ടുണ്ട്. 2010-15 ഞാൻ മെമ്പറായിരുന്നു. അന്ന് ഏകദേശം 600-700 വീടുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5 വർഷം 50ഓളം വീടുകൾ എൻ്റെ വാർഡിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് 4 ലക്ഷമാണ്, അന്ന് 2 ലക്ഷമാണ്. ആ ഒരു മാറ്റമുണ്ട്, അത് ഞാൻ അംഗീകരിക്കും. പക്ഷെ കാലത്തിനനുസരിച്ചാണ്. അന്ന് 3 കോടി പഞ്ചായത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 5 കോടി 6 കോടിയും കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് ഇത് കൊടുക്കുന്നു. മലയോര ഹൈവേ പൂക്കോട്ടുംപാട് അങ്ങാടിയിൽ 15 മീറ്റർ ആക്കി. അത് ഭരണസമിതിയുടെ ആർജവം തന്നെയാണ്. അത് ഞാൻ പ്രസിഡന്റിനടക്കം ഒപ്പം ഇരുത്തിക്കൊണ്ടാണല്ലോ പറഞ്ഞത്. കാരണം പ്രസിഡന്റ് ഭരണസമിതിയിൽ ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ അവരെ ഒപ്പം നിന്നിട്ടുണ്ട്. ഓരോ മീറ്ററിൽ അളക്കുമ്പോഴും ഈ കടകളിലാണെങ്കിലും റോഡിന്റെ ഓരോ ഇരുവശത്തും മറ്റുള്ള ആളുകൾ അവിടെ തടിച്ചു കൂടി നിന്നപ്പോഴും പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കൂടെ ഭരണസമിതിയുടെ കൂടെ ഒപ്പം നിന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഒരു കാരണവശാലും ഞങ്ങൾ വികസനത്തിന് എതിരല്ല. ഇപ്പോൾ അമരമ്പലം പഞ്ചായത്തിന്റെ പൂക്കോട്ടുംപാടത്ത് നല്ലൊരു ബസ് സ്റ്റാൻഡ് നിലവിലില്ല. അതിപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലാണെങ്കിലും അതിന് മുമ്പത്തെ ഭരണസമിതിയിലാണെങ്കിലും ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക നിവേദനങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ട എന്തെങ്കിലും നടപടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ ഇവിടെ മലയോര ഹൈവേ, നമുക്കറിയാം മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. അഡീഷണൽ റീച്ച് 500 കിലോമീറ്റർ, അങ്ങനെ മൊത്തം 1700 കിലോമീറ്ററാണെന്ന് എൻ്റെ അറിവ്. എന്താണെങ്കിലും അത് പിന്നെ മലയോര ഹൈവേ കടന്നു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂക്കോട്ടുംപാടം പിന്നെ കാളിയാവ് ചോക്കാട് പൂക്കോട്ടുംപാടം വന്ന് കരുളായി വയ്യത് എല്ലാ ഗ്രാമങ്ങളുടെയും വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പിന്നെ സർക്കാർ പിന്നെ മലയോര ഹൈവേ നടപ്പാക്കുന്നത്. അമരമ്പലം പഞ്ചായത്ത് അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് 15 മീറ്റർ ആക്കാൻ അതിന് വേണ്ട പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം മലയോര ഹൈവേ
പിന്നെ പൂക്കോട്ടുംപാടം വന്ന് കരുളായി ഭാഗത്തേക്ക് അങ്ങനെ പിന്നെ മൂത്തേടം ഇടക്കര അങ്ങനെയാണ് പോകുന്നത്. നമ്മളത് പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടു അതൊരു അഡീഷണൽ റീച്ച് എന്താ വെച്ചാൽ നമുക്കറിയാം കാളിയാവ് ചോക്കാട് പൂക്കോട്ടുംപാടം ഭാഗത്തുള്ള അധികം ആളുകളും പിന്നെ യാത്ര ചെയ്യുക പിന്നെ ഈ റൂട്ടാണ് എന്ന് വെച്ചാൽ നമ്മളെ കൂറ്റമ്പാറ വഴി ഉള്ള റൂട്ടാണ് നിലമ്പൂർക്ക് പോകുക. അപ്പൊ ഈ റോഡ് ആ മലയോര ഹൈവേ വരുമ്പോൾ ഇത് അടി പോവാണ്. അത് മനസ്സിലാക്കിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇത് അഡീഷണൽ റീച്ചിൽ അത് ഉൾപ്പെടുത്തി അത് 49 കോടി റുപ്യന്റെ പദ്ധതിയാക്കി അതിൽ പൂക്കോട്ടുംപാടം നല്ല രീതിയിൽ പിന്നെ അത് പ്രവർത്തിക്കാൻ ഈ 3 റീച്ചിലും പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് റോഡ് മനോഹരമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണ സൂചിപ്പിച്ച ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം ബസ് സ്റ്റാൻഡ്. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഭരണസമിതിയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഇവിടെ ബസ് സ്റ്റാൻഡ് പിന്നെ പൂക്കോട്ടുംപാടം ബസ് സ്റ്റാൻഡിലുള്ള പുതിയ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡിന്റെ പിന്നെ അത് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാവും. എന്നുവെച്ചാല് പിന്നെ നമുക്കറിയാം ഇന്ന് പിന്നെ 15 മീറ്റർ ആക്കിക്കണമെങ്കിലും ഓട്ടോ അതുപോലെ മറ്റു വാഹനങ്ങൾക്ക് നിർത്താനും ഈ യാത്രക്കാർക്ക് വന്ന് സാധനം പർച്ചേസ് ചെയ്യാനും ഒക്കെ വലിയ പ്രയാസമാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പിന്നെ നമുക്ക് പൂക്കോട്ടുംപാടം അങ്ങാടിന്റെ ബാക്കിൽ നമുക്ക് 50 സെന്റ് തരാം നമ്മൾ പത്രത്തിൽ പരസ്യം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ 50 സെന്റ് തരാം ഒരു ടീം ഏറ്റിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഒരു 15 ദിവസത്തിനുള്ളിൽ ആ ഭൂമി ഏറ്റെടുത്ത് പിന്നെ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഒരു മാതൃകാപരമായ ഒരു ബസ് സ്റ്റാൻഡ് തന്നെ പറയാൻ കഴിഞ്ഞു. നമുക്ക് ഇപ്പോഴത്തെ ഈ പിന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു അടിപൊളി ബസ് സ്റ്റാൻഡ് നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു അടിപൊളി ബസ് സ്റ്റാൻഡ് പൂക്കോട്ടുംപാടത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഭരണസമിതി എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാലേട്ടൻ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ ഈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത്രയും വീടുകൾ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ്? പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി എന്നാൽ ഒരു സ്വപ്ന പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലക്ക് അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കി അതിന് അവാർഡ് വരെ വാങ്ങിയ പഞ്ചായത്താണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത്. നമുക്ക് സമീപ പഞ്ചായത്തൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം അതൊന്നും അവാർഡിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ അവരെ ഒന്നും മോശമാക്കാൻ വേണ്ടി പറയല്ല. എന്താണെങ്കിലും അമരമ്പലം പഞ്ചായത്ത് നമുക്കറിയാം ഈ പാവപ്പെട്ടവന്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്. നമുക്കറിയാം ഈ നമ്മൾക്കത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. വീടില്ലാത്തവനാണ് വാടക ക്വാർട്ടേഴ്സിലോ ഷെഡിലോ പീഡിയക്കൊലയിലൊക്കെ കടക്കുന്ന ഒരു വ്യക്തിക്ക് ലൈഫ് ഭവന പദ്ധതി എന്ന സ്വപ്ന പദ്ധതി തന്നെയാണ്. അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഈ LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് അവാർഡ് വരെ വാങ്ങാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ എഗ്രിമെന്റ് വെച്ച് പിന്നെ അധികം ആളുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ 650 അല്ല അതിന്റെ കണക്ക്. അതായത് സംസ്ഥാന സർക്കാർ ഇവിടെ വന്നിട്ട് 9.5 വർഷമായി. ഈ 9.5 വർഷം ഈ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ പിന്നെ ഏകദേശം 1000-ഓളം വീടുകൾ 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടമായി കണ്ട് 2-3 ഘട്ടങ്ങൾ അവസാനം 2020 ലിസ്റ്റ് ആക്കിയിട്ട് ആണ് ഇപ്പം നമ്മൾ ഈ ഭരണസമിതി കൊടുക്കാൻ ഉണ്ടായത്. എന്താണെങ്കിലും അതിൽ ഒരു പരിധി വരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് വെച്ചവർക്കൊക്കെ പണം നൽകാനും പിന്നെ ഇനി പൂർത്തിയാക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. അത് അവർ ചെയ്യാത്തത് എന്നാൽ അവർ ചെയ്യാത്ത പ്രശ്നമാണ്. പഞ്ചായത്ത് ഭരണസമിതിന്റെ വീഴ്ചയല്ല. എന്നാലും അവർക്ക് നിരന്തരം അവരായിട്ട് മെമ്പർമാർ മുഖേനയും ഉദ്യോഗസ്ഥന്മാർ മുഖേനയൊക്കെ അവരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവരെ കൊണ്ട് പിന്നെ വീട് നിർമ്മാണം തുടങ്ങാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്താണെങ്കിലും പിന്നെ അവർക്കുള്ള ഫണ്ടും കൂടി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ആളുകൾക്ക് നമുക്ക് ഫണ്ട് കൊടുക്കാനുണ്ട്. നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതി പിന്നെ സർക്കാർ നടപ്പാക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയാണ്. അതിൽ പഞ്ചായത്ത് കൊടുക്കേണ്ട വിഹിതം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട വിഹിതം കൊടുക്കുന്നുണ്ട്. ആർക്കോ ലോൺ കൊടുക്കുന്നുണ്ട്. ഈ ആർക്കോ ലോൺ പിന്നെ നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം ഒരു വീട് പൂർത്തീകരിച്ചാൽ 20,000 റുപ്യ കൊടുക്കണം. എന്നാൽ നമുക്കറിയാം ഇന്ന് UDF ആണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്. അവര് വളരെ കുറച്ച് ആദ്യ ഘട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് പൈസ തന്നല്ലാതെ ബാക്കി പണി പൂർത്തീകരിച്ച ആളുകൾ നമുക്കറിയാം 4 ലക്ഷം ഉണ്ടെങ്കിലും പാവപ്പെട്ടവന് വീട് എന്നുള്ളത് 4 ലക്ഷം കൊണ്ട് ചിലപ്പോൾ പൂർത്തിയാക്കാൻ സാധിക്കൂല. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പൈസനെ കൊടുക്കാതെക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം ഈ നടപ്പ് വർഷം 40 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കാത്തതുകൊണ്ട് ആ വിഹിതം കൂടി ഞങ്ങൾ അഡീഷണൽ ആയിട്ട് പഞ്ചായത്ത് ഭരണസമിതി വെച്ചത്. ഇപ്പൊ റിവിഷനിലും കുറച്ച് പൈസ 48 ലക്ഷം റുപ്യോളം വീണ്ടും ഈ റിവിഷനിൽ വെച്ചേക്കാണ്. എന്ന് വെച്ചാൽ ഈ പ്രശ്നം അവർ കൊടുക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പം പാവപ്പെട്ടവൻ ഈ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈഫ് ഭവന പദ്ധതി നല്ല രീതിയിൽ അമരമ്പലം പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. പാർപ്പിട മേഖല
അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പം ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ വരാത്ത ആളുകൾ PMA വഴി ലിസ്റ്റ് ഇപ്പം 100ഓളം വീടുകൾ PMA വഴി ലിസ്റ്റിൽ കൊടുത്തു. ലൈഫിൻ്റെ 1ാം ഘട്ടം 2ാം ഘട്ടം അത് ഏകദേശം പൂർത്തീകരിച്ചു. ഇനി 2020 കുറച്ച് വീടുകൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ലൈഫിൻ്റെ ലിസ്റ്റിലും PMA വഴി ലിസ്റ്റിലും വരാത്ത, അതായത് റിപ്പയർ ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന ഏകദേശം ഈ ഭരണസമിതിൻ്റെ കാലത്ത് 2000ഓളം വീട് വിവിധ വാർഡുകൾ, ബാലറ്റൻ്റെ വാർഡിലടക്കം വിവിധ വാർഡുകളിലായിട്ട് റിപ്പയർ ചെയ്ത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഈ ലൈഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ അങ്ങ് പറഞ്ഞല്ലോ, വീടില്ലാത്തവർക്ക് ഒരു വീടെന്ന സ്വപ്നം ഭയങ്കര ആഗ്രഹം തന്നെയാണ്, അതിലൊരു സംശയമില്ല. അതിന് പരമാവധി സഹായം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഞാൻ പറയുമ്പോൾ ഫേസ് ഫസ്റ്റ് നമ്മൾ തുടക്കമാണ്. അതിൽ 157 ആളുകളാണ് ഈ എഗ്രിമെൻ്റ് വെച്ചത്. 155 ആളുകളുടെ ഈ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫേസ് 3 സ്ഥലവും വീടും ഇല്ലാത്ത ആളുകളുണ്ട്. അതിൽ 31 വീടുകൾ എഗ്രിമെൻ്റ് വെച്ചു, 27 ആളുകൾ പൂർത്തീകരിച്ചു. അങ്ങനെ 182 വീട് കറക്റ്റ് എണ്ണാണ്. SC/ST വിഭാഗത്തിൽ 78 ആൾ SC വിഭാഗത്തിൽ പൂർത്തീകരിച്ചു, പണി എഗ്രിമെൻ്റ് വെച്ചു, 75 ആളുകൾ പണി പൂർത്തീകരിച്ചു. ST വിഭാഗത്തിൽ 27 ആളുകൾ വെച്ചു, 16 വീടുകൾ പൂർത്തീകരിച്ചു. അങ്ങനെ 91. അപ്പോൾ 182 91. സ്ഥലം വീടില്ലാത്ത SC/ST 2020 6 വീട് 20 വീട് എഗ്രിമെൻ്റ് വെച്ചു, 6 വീട് പൂർത്തീകരിച്ചു. ST 2 വീട് എഗ്രിമെൻ്റ് വെച്ചു, 1 വീട്, അപ്പോൾ 7 വീട്. പിന്നെ 2020 ജനറൽ സ്ഥലമുള്ളത് വീടില്ലാത്ത ആൾക്കാരാണ്. 517 ആളുകളാണ് എഗ്രിമെൻ്റ് വെച്ചത്. അതിൽ 376 വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ഥലം ഉണ്ട്, വീടില്ലാത്ത ആളുകൾ, വീടില്ലാത്ത സ്ഥലമില്ലാത്ത ആളുകൾ 43 ആളുകളാണ് എഗ്രിമെൻ്റ് വെച്ചത്. 3 ആളുകളുടെ പണി പൂർത്തീകരിച്ചു, 379. ഇതൊക്കെ പാടെ കൂട്ടിയാലാണ് ഞാൻ പറഞ്ഞ 659 വീടുകളുടെ കറക്റ്റ് എണ്ണാണ് ഞാൻ പറഞ്ഞത്. ഇനി പ്രസിഡന്റ് പറഞ്ഞ PMA വഴി തുടങ്ങിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 117 വീടുകൾക്കാണ് എഗ്രിമെൻ്റ് വെച്ചത്. 3 വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 659 3 662 വരുന്നുള്ളൂ. അതിനൊപ്പം തന്നെ പ്രസിഡന്റ് മറ്റൊരു ആരോപണം ഉന്നയിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം കിട്ടിയിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം പിടിച്ചു വാങ്ങാൻ പറ്റാത്ത ആരെ കുറ്റാണെന്നറിയോ? ഭരണസമിതിയുടെ കുറ്റാണ്. ഒന്നത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ കുറ്റപ്പെടുത്തല്ല, 7 പഞ്ചായത്തിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് തുല്യമായിട്ട് വീതിച്ചു. നമ്മളെ പഞ്ചായത്ത് കുറച്ച് വീട് അധികം വെച്ചതുകൊണ്ട്, പക്ഷെ നമുക്ക് അവർ തുല്യമായി വെച്ചത് കൊണ്ടാണ് നമുക്ക് ആ വീടുകളുടെ അതാണ് പ്രസിഡന്റ് പറഞ്ഞ കുറച്ച് കിട്ടിയായിരുന്നു. അപ്പൊ തുല്യമായിട്ട് വീതം. പക്ഷെ ജില്ലാ പഞ്ചായത്ത് മുഴുവൻ 10,000 രൂപ ഏറെക്കുറെ എല്ലാ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വിഷയമല്ല, ഏറെക്കുറെ എല്ലാ വീടുകൾക്കും കിട്ടി. ഇനി കിട്ടാനുള്ള വീടുകൾക്ക് ഒരു സംശയമില്ല, അത് കിട്ടും. പിന്നെ ബ്ലോക്കിന്റെ വിഷയം വന്ന ഇതാണ്, തുല്യമായി വീതിച്ചതില് പഞ്ചായത്ത്, നമ്മുടെ അമരമ്പലം പഞ്ചായത്തിൽ വീടുകളുടെ എണ്ണം ഇതിന് ബോർഡ് മീറ്റിങ്ങിന് പോണത് ആരാ? പ്രസിഡന്റ്. മറ്റുള്ള മെമ്പർമാർക്കല്ലല്ലോ. പ്രസിഡന്റ് അഭാവത്തിൽ വൈസ് പ്രസിഡന്റാണ് പോകുന്നത്. യഥാസമയത്ത് ബോർഡ് മീറ്റിങ്ങിൽ പോയിട്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ ബോർഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസിഡന്റ് ഞങ്ങൾ വരാം, നമുക്ക് ബ്ലോക്ക് ഓഫീസിൽ പോവാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പൈസ വാങ്ങാൻ എന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ നടപടികൾ നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ലൈഫ് ഭവന പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കാൻ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട്. ബാലേട്ടപ്പൻ എന്തൊക്കെ പറഞ്ഞാലും അത് ജനങ്ങൾ വിലയിരുത്തിയാണ്. അതിന്റെ അവാർഡ് വരെ സർക്കാർ നമുക്ക് തന്നതാണ്. ഇവിടെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് മറ്റു സ്ഥലത്തൊന്നും കിട്ടില്ല. ഇപ്പൊ സമീപ പഞ്ചായത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിന് നോക്കാം. ഇപ്പൊ സമീപ പഞ്ചായത്ത് ഇവരാരും ഈ പദ്ധതി ഏറ്റെടുക്കാത്തത് കൊണ്ടുമാണ്. അമരമ്പലം പഞ്ചായത്ത് നടപ്പാക്കിയോണ്ട് മാത്രമല്ല, അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്ത് നടപ്പാക്കാത്തതും കൂടിയാണ്. അത് നടപ്പാക്കാതെ നിന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ മുന്നിലേക്ക് വരാൻ സാധിച്ചത്. നമുക്ക് 2020 ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും, ബാലേട്ടൻ എവിടെയാണ് കണക്ക് കൊണ്ടുവന്ന് നിൽക്കാറില്ല, 2020 ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും സ്ഥലമുള്ള ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെക്കാനും അത് തുടർ നടപടി ചെയ്യാനും കുറെ ആളുകൾക്ക് പണി പൂർത്തീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂമിയും സ്ഥലവും വാങ്ങാത്ത കേസ് യാഥാർത്ഥ്യമാണ്. ഭൂമി സ്ഥലം വാങ്ങാത്ത കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സ്ഥലം വെക്കാൻ സാധിക്കുന്നത്. അത് സ്ഥലം ഒരു കണ്ട് വാങ്ങി വരുന്ന ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക് സ്ഥലം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു സ്വന്തമായിട്ട് വാങ്ങിയ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത് വരുന്ന ആളുകൾക്ക് ഉടനെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി എഗ്രിമെന്റ് വെച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്, അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത്. ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് TK കോളനി ഭാഗങ്ങളിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനും അവിടെ ഒരുപാട് പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കാനും സാധിക്കുന്ന ഒരു ഏരിയയാണ്.
ആ ടൂറിസം മേഖലയെ സാധ്യത പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ തൊഴിൽ അധിഷ്ഠിത മേഖലകളിലേക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടോ? ടൂറിസ്റ്റ് മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമരമ്പലം ഗ്രാമപഞ്ചായത്താണ് മലയോര മേഖലയാണ്. ഈ മലയോര മേഖല പ്രത്യേകിച്ച് പിന്നെ ബാലേട്ടൻ്റെ വാർഡൊക്കെ പിന്നെ TK കോളനി ഭാഗങ്ങൾ പിന്നെ നല്ല ടൂറിസ്റ്റ് മേഖലയാണ്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ നിരവധി അവിടെ ആകർഷിക്കുന്ന സ്ഥലം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പിന്നെ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പ്രഖ്യാപിക്കാനും അതിൻ്റെ പിന്നെ ഈ വനത്തിൻ്റെ ഉള്ളിലുള്ള ട്രക്കിങ്ങിനൊക്കെ നമ്മൾ അതിന് വേണ്ട നടപടികളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി അതിന് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സർക്കാരിൻ്റെ ഈ പിന്നെ വനം വകുപ്പിൻ്റെ ഒക്കെ ഒരു അംഗീകാരം കിട്ടി വരേണ്ട ഒരു താമസം എന്നുള്ള നിലക്കാണ്. എന്നുവെച്ചാൽ അതുപോലെ തന്നെ കവളയിലും ട്രക്കിങ് അതുപോലെ തന്നെ ബാലറ്റിൻ്റെ വാർഡിലും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വിഷയേ ഇപ്പോൾ ട്രക്കിങ് വിഷയം അല്ലെങ്കിൽ TK കോളനി ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അമരമ്പലം സൗത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേലോട് പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മിനിസ്റ്റർ റിയാസിനെ കാണണമെന്നും റിയാസിനോട് കൊണ്ടുവന്ന് നമുക്കൊരു വലിയൊരു പരിപാടി നടത്തണമെന്നൊക്കെ പറയുകയല്ലാതെ ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളം ഇത്രയും കാലമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചില്ല. ട്രക്കിങ്ങിൻ്റെ കാര്യത്തിന് നമ്മൾ അപേക്ഷകൾ അതിൽ ഫോറസ്റ്റ് ഡിവിഷനുമായിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് അടക്കമുള്ള മീറ്റിങ്ങുകളിൽ ട്രക്കിങ്ങിൻ്റെ കാര്യത്തിൽ അനുമതിക്ക് വേണ്ടി നമ്മൾ അപേക്ഷിച്ചു. ഞാനും പ്രസിഡന്റും അടക്കം നിലമ്പൂര് DFOനെയും CCFനെ കണ്ടു. പക്ഷെ ഇന്ന് വരെ ഫയലിൽ ഒപ്പിടാൻ മേൽത്തട്ടിൽ നിന്ന് നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഫോളോ അപ്പ് പഞ്ചായത്തിന് നടന്നിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ചേലോട് പാടശേഖരമാണെങ്കിലും അതുപോലെ തന്നെ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി അത് ചെയ്യേണ്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാലട്ടം 1-2 കാര്യങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം പിന്നെ പെൻഷൻ സംവിധാനം, പെൻഷൻ പഞ്ചായത്ത് ഭരണസമിതി കുറച്ച് ആളുകൾക്ക് പെൻഷൻ മുടക്കി എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. നമുക്കറിയാം പെൻഷന്റെ കാര്യം നമുക്കറിയാം. നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ 600 റുപ്യയിൽ നിന്ന് പെൻഷൻ 1600 റുപ്യയാക്കി വർദ്ധിപ്പിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് ഏകദേശം 5400 ചില്ലം ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് കൃത്യമായിട്ട് കൊടുക്കാൻ അത് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു 2-3 മാസത്തെ പെൻഷൻ കുറച്ച് ആളുകൾക്ക് വിധവ പെൻഷൻ പുനർവാരം കഴിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രം ഹാജരാക്കാത്തത് കൊണ്ട് 2-3 മാസത്തെ പെൻഷൻ 2-3 മാസത്തെ കണക്കാണോ? 6 മാസം അല്ലെങ്കിൽ കുറച്ച് കിട്ടി. ഇല്ലല്ല, 6 മാസമൊന്നുമില്ല, മൊത്തം കറക്റ്റ് 1-2 മാസത്തെ വിധവകൾ കുറച്ച് ആളുകൾക്ക് ഇനി കിട്ടാനുള്ളത് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പിന്നെ പെൻഷൻ കിട്ടണം. ബാക്കിയുള്ള ആളുകൾക്ക് കൃത്യസമയത്ത് പെൻഷൻ കൊടുക്കുന്ന ഈ ഇതിലെ ആരോപണം എന്താ വെച്ചാല് 5ഓളം മാസത്തെ പെൻഷൻ മുടങ്ങി, അത് ഒരിക്കലും കിട്ടാത്ത രീതിയിലാണ് മുടങ്ങി പോയത് എന്നുള്ളതാണ്. അതില് പെൻഷൻ കൊടുക്കുന്ന നല്ല രീതിയിൽ ഈ സംസ്ഥാന സർക്കാരും LDF ഭരണസമിതി അല്ലേ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിലെന്താ സംശയം എന്ന് വെച്ചാല് പെൻഷൻ സംവിധാനം 1000 ഇനിയിപ്പോ 2000-ലേക്കാണ് പോകുന്നത്. അത് ഒരു പാവപ്പെട്ടവന്റെ ഒരു അവകാശമല്ലേ എന്ന് വെച്ചാല് അവർക്ക് ഇപ്പൊ മക്കളെ പോലും ആശ്രയിക്കാതെ ഒരു പാവപ്പെട്ടവന് പിന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പെൻഷൻ സംവിധാനത്തിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കി. നമുക്ക് നമ്മുടെ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ പരിശോധിച്ചാലൊക്കെ അറിയാം, അതിൽ നമ്മളെ സംസ്ഥാന സർക്കാരാണ് നല്ല രീതിയിൽ പെൻഷൻ സംവിധാനം നടപ്പാക്കുന്നത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 5450ഓളം ആളുകൾക്ക് ഇപ്പൊ അമരമ്പലം പഞ്ചായത്ത് മുഖേന പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അതിന് കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു സംശയമാണ്, പ്രസിഡന്റ് പറഞ്ഞു കൊടുത്താൽ ഞാൻ തുടങ്ങുന്നത് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഇത് അവകാശമാണ്, ആരെയും ഔദാര്യമല്ല. സംസ്ഥാന സർക്കാർ കൊടുത്താലും പഞ്ചായത്ത് കൊടുത്താലും പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ അവകാശം ഇതിന്റെ മുന്നിലെടുക്കില്ലേനോ ഈ അവകാശം ഇതിന്റെ മുന്നേ ഇപ്പൊ ഈ അമരമ്പലം പഞ്ചായത്ത് LDF ഭരിക്കലെടുത്തിട്ട് എത്ര കാലമായി? 7 വർഷമായിട്ടുള്ളൂ. ഇതിന്റെ മുന്നേ 18 വർഷം തുടർച്ചയായിട്ട് UDF ഭരിച്ചില്ലേ? അന്ന് ഈ അവകാശങ്ങളൊന്നും ഇല്ലേ ജനങ്ങൾക്ക്? അതിന്റെ മുന്നേ പിന്നെ സംസ്ഥാനം മാറി ഭരിച്ചില്ല, UDF ഭരിച്ചില്ലേ? അന്ന് ഈ അവകാശം ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പിണറായി സർക്കാർ സംസ്ഥാന ഭരിക്കൽ നടത്തിയ ഈ 9.5 വർഷം പെൻഷൻ സംവിധാനം നല്ല രീതിയിൽ 1000 റുപ്യ പെൻഷനാക്കും എന്ന് പറഞ്ഞിട്ട് 1600 ആക്കാനും അമരമ്പലം പഞ്ചായത്ത് 1000 റുപ്യാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 1000 റുപ്യാക്കിയത് എവിടെ? ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ 1000 16 ജനങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ജനങ്ങൾക്ക് പെൻഷൻ കിട്ടിയത് എന്നാണ്
ഈ LDF സർക്കാർ 18 മാസത്തെ പെൻഷൻ 600 രൂപ കൊടുക്കാനാണ് ആ പെൻഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം സർക്കാർ അതിലൊരു സംശയമുള്ളത് ഈ 18 കുടിശ്ശികയാണ് LDF സർക്കാർ ആദ്യഘട്ടത്തിൽ തീർത്തത്. അത് തീർത്തതിന് ശേഷം എല്ലാവർക്കും 1000 രൂപ പെൻഷനാക്കി ഇപ്പൊ 1600 എത്തിച്ചു. ഇനി 1-2 മാസത്തിൽ 2000 രൂപ ആക്കി ബന്ധപ്പെട്ടുകൊണ്ട് 412 ആളുകളുടെ പെൻഷൻ ഇവിടെ മുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ആദ്യം അത് ഒരു പരിധിയോളം കോവിഡിന്റെ സമയത്ത് അത് കൃത്യ കണക്കല്ല. ഞാൻ പറഞ്ഞില്ല, ഈ 400 ആളുകൾ വിധവകളാണ്. വിധവകളെ മുഴുവൻ പെൻഷൻ തുടങ്ങിയിട്ടില്ല. വിധവകളുടെ കണക്കാണ് വാരപ്പം പറഞ്ഞത്. വാരപ്പം പറഞ്ഞ കണക്ക് കറക്റ്റ്. അത് വിധവകളുടെ കണക്കാണ്. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വിധവകളുടെ പെൻഷൻ മൊത്തം വിധവകൾ 412 അതായത് മൊത്തം അമരമ്പലം പഞ്ചായത്തിൽ 412 വിധവകളാണ് പെൻഷൻ വാങ്ങുന്നത്. അത് കട്ടായതല്ല. എന്നാൽ ഒരു 200 വിധവകളെ പെൻഷൻ 2-3 മാസം മുടങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യം അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് പുനർവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം കൊടുക്കേണ്ടത് അത് വൈകിപ്പോയ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ സംഭവിച്ചത്. എന്താണെങ്കിലും അത് വാങ്ങിയെടുക്കാനുള്ള പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനും പറഞ്ഞത്. ഈ പെൻഷൻ മുടങ്ങാനുണ്ടായ കാര്യമാണ്. കോവിഡിന്റെ സമയത്ത് ഒരു പെട്ടി പ്രസിഡന്റ് അവിടെ മേടിച്ചു വെച്ചു, ഒരു കടലാസും പെട്ടി. ഈ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച കടലാസുകൾ അവിടെ കൊണ്ടുവച്ചു. യഥാസമയം ഇത് മസ്റ്ററിംഗ് നടത്താൻ ക്ലർക്കിന്റെ അടുത്തെത്തിയില്ല. ക്ലർക്കിന്റെ പരാജയം ഉണ്ട്. അതില് കോവിഡ് സമയത്ത് ഡയറക്റ്റ് പേപ്പറുകളൊന്നും വാങ്ങി വെക്കാൻ പറ്റാത്ത അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ക്ലർക്കിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. ഈ പ്രശ്നങ്ങൾ ബോർഡിൽ വന്ന് ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതി രാപ്പകൽ സമരം നടത്തി ഈ വിഷയത്തിൽ. എന്നിട്ട് പല പ്രാവശ്യങ്ങളായി ചർച്ച നടന്നതിന് ശേഷം പ്രതിപക്ഷ മെമ്പർമാർ ബോർഡിൽ ഇതിന് തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് സെക്രട്ടറി ചെയ്യേണ്ട സീല് പോലും ചെയ്യാതെ ആ പേപ്പറുകൾ കൊടുത്തത്, ഡിജിറ്റൽ സിഗ്നേച്ചർ. അത് പോവാതെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ സ്വന്തം കയ്യത്തെ പൈസ എടുത്തിട്ട് പോയത്. അവിടെ ചെന്ന് പെൻഷൻ ഭവനിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഉദ്യോഗസ്ഥ അപ്പം തന്നെ നേരിട്ട് അവരെ വിളിച്ചു വരുത്താം. എന്നോട് ചോദിക്കുന്നത് എന്താണ് ആ മുടങ്ങാനുള്ള കാരണം? നിങ്ങളിടന്ന് വന്ന ബാധ്യത ഞങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്ന അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത്. അതിന് തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോഴും അതിനുശേഷം ആ ചർച്ച അവിടെ നടന്നതിന് ശേഷം പകുതി ആളുകൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്. 200 ചില്ലാൻ ആളുകൾക്ക് ഇപ്പോഴും 2-3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കാണ്. അതാണ് പ്രശ്നം. ഇനിയും കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. ഇനി നമ്മൾ എവിടെ കൊടുക്കാൻ ശ്രമിക്കും? ഈ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു. വരുന്ന ഇതിന് ബാലേട്ടൻ പറഞ്ഞൊരു കാര്യം, പ്രസിഡന്റ് അങ്ങനെ സംഭവം യാഥാർത്ഥ്യം അതല്ല. കോവിഡ് സമയത്ത് അത് പ്രസിഡന്റ് എന്നില്ല, ഉദ്യോഗസ്ഥന്മാരെന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുള്ള സമയത്ത് സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ കോവിഡ് സമയത്താണ്. കോവിഡ് ഒരു മഹാമാരിയാണ്. ആ മാരി സമയത്ത് ഇത് പകർച്ചവ്യാധിയാണ്. ഇതിന് പിന്നെ ഒരുപാട് പ്രോട്ടോകോളുകളുണ്ട്. അപ്പൊ അതിന് അകലം പാലിക്കലും അതുപോലെ ഫോം ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും മനുഷ്യരല്ലേ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ആണെങ്കിലും മനുഷ്യരല്ലേ, അവരത് നേരിട്ട് വാങ്ങിയില്ല. അതിനൊരു ബോക്സ് സ്ഥാപിച്ചിരുന്നു. ആ ബോക്സിൽ പെൻഷന്റെ അപേക്ഷ മാത്രമല്ല എല്ലാ അപേക്ഷകളും ഇതിൽ തന്നെയാണ്. യഥാസമയത്ത് എല്ലാവരും ആ ബോക്സിലിട്ടു. ഈ ബോക്സ് എടുത്ത് അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അതിൽ 200 ചില്ലാനം ആളുകൾക്ക് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ആ 200 ചില്ലാനം ആളുകൾക്ക് അത് പെൻഷൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ട പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ അതിന് ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് ഇവർക്ക് മുടങ്ങി എന്ന് പറയാൻ? ഇവിടെ ഞാൻ പറയുന്നത് തന്നെ ഈ പെൻഷന്റെ കാര്യത്തിൽ സംസാരിക്കാൻ ബാലേട്ടനോ ബാലേട്ടന്റെ പാർട്ടിക്കോ തീരെ അവകാശമില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇവിടെ 18 മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 18 മാസം പെൻഷൻ കൊടുക്കാത്ത 18 മാസം പെൻഷൻ കൊടുക്കാത്ത UDF സർക്കാർ ഇവിടെ 2 മാസം പിന്നെ 200 ആൾക്ക് പെൻഷൻ മുടങ്ങിയത് വലിയ അതുപ്പായിട്ട് പറയാന്ന് പറഞ്ഞാൽ അത് 18 മാസത്തിന്റെ കണക്ക് സത്യത്തിൽ സാധാരണക്കാർക്ക് ഇത് കിട്ടിയില്ല. അതാണ് എന്റെ ചോദ്യം. കിട്ടിയില്ലല്ലോ. സാധാരണക്കാരൻ പറയണം. പറഞ്ഞു എങ്ങനെയും ഇതിൽ അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇവിടെ പെൻഷൻ സംവിധാനം കൊണ്ടുവന്നതും പെൻഷൻ വർദ്ധിപ്പിച്ചതൊക്കെ LDF സർക്കാരാണ്. എന്നാൽ UDFന്റെ കാലത്ത് പിന്നെ ഒരു പ്രാവശ്യം പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പെൻഷൻ വർധനവ് കംപ്ലീറ്റ് LDF സർക്കാരാണ്. നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിനെ പറ്റി ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുക, കൃത്യമായ മറുപടി നമുക്ക് പറയാൻ കഴിയും.
അതല്ലേ അതിന്റെ ഇത്. അല്ല, ഞാനുള്ള പ്രസിഡന്റ് പെൻഷനൊക്കെ നല്ല രീതി- കാര്യം ആരോപണം അല്ല, അത് പറയുമ്പോ അതിന് മറുപടി പറയും. ഈ പെൻഷൻ പറഞ്ഞു കാര്യം കഴിഞ്ഞാൽ ഞാനല്ല. ഞാൻ അതല്ല പെൻഷൻകാരെ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ എന്താണ്? പറയിപ്പിച്ചതാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. ഒന്ന് പെൻഷൻ സംവിധാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറയാൻ കരുതിയിട്ടില്ല. പിന്നെ പുതിയ പദ്ധതികൾ, എന്തെല്ലാം പുതിയ പദ്ധതികൾ ഞാൻ പറയാം. പുതിയ പദ്ധതികൾ നടപ്പാക്കിയത് ഞാൻ പറയാം. ഇപ്പൊ ഓപ്പൺ ജിമ്മ് ഇവിടെ 18 വർഷം UDF തുടർച്ചയായിട്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചല്ലോ. ഒരു ഓപ്പൺ ജിമ്മ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതായത് അമരമ്പലം പഞ്ചായത്ത് ഇപ്പം 3 ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നമുക്ക് കഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതില് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പൺ ജിമ്മിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് ഒരു വ്യായാമമില്ലാത്ത പ്രശ്നം തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ 7 സ്ഥലങ്ങളിലായിട്ടാണ്. അതായത് 3 സ്ഥലങ്ങളിൽ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ഉള്ളാട് സ്കൂള്, ചെട്ടിപ്പാടം, ചേലോട് ഇപ്പൊ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ കുടുംബശ്രീ കെട്ടിടത്തിന്റെ മുന്നേ പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ ഒന്ന് വരാൻ നിൽക്കുകയാണ്. പിന്നെ തേൾപ്പാറ PHCയിൽ ഫിറ്റാക്കി കഴിഞ്ഞു. അതേമാതിരി പിന്നെ കുടുംബശ്രീ കെട്ടിടത്തിന്റെ അവിടെ ഒന്ന് വരാൻ നിൽക്കുകയാണ്. ഊറ്റമ്പാറ ഒന്ന് വരികയാണ്. അമരമ്പലം സൗത്തിൽ ഇങ്ങനെ 7ഓളം ഓപ്പൺ ജിമ്മുകൾ അതിനിവിടെ പഞ്ചായത്ത് അവാർഡ് വാങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ന്യൂനത പദ്ധതി നമുക്കറിയാം. ഇന്ന് വൈദ്യുതി ചാർജ് നമ്മളെ പഞ്ചായത്തിൽ നിരവധി പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട കെട്ടിടങ്ങളുണ്ട്. പിന്നെ ഹോസ്പിറ്റല്, വിദ്യാലയങ്ങള്, പഞ്ചായത്ത് കെട്ടിടം, പിന്നെ കൃഷിഭവൻ, ഒരുപാട് കെട്ടിടങ്ങൾ പഞ്ചായത്തിന്റെ ആസ്തിയിലുണ്ട്. ഇതിലൊക്കെ ഏകദേശം പഞ്ചായത്തിന് ഒരു 3 ലക്ഷം റുപ്യന്റെ അടുത്ത് ഒരു മാസത്തിൽ കറണ്ട് ബില്ലായിട്ട് പാവപ്പെട്ടവന് കിട്ടേണ്ട വികസനത്തിന് പോകേണ്ട പൈസ കറണ്ട് ബില്ലായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഭരണസമിതി വന്നതിന് ശേഷം 400 ലൈറ്റാണ്, പിന്നെ LED അല്ല സീറ്റ് ലൈറ്റാണ് ഇവിടെ അമരമ്പലം പഞ്ചായത്തിലുണ്ട്. അതിൽ നിരവധി കത്താത്തതുണ്ട്. എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഇപ്പോൾ ഇതോടുകൂടി ഈ വർഷം 10 ലക്ഷം വെച്ചിട്ടുണ്ട്. 3000 പിന്നെ സീറ്റ് ലൈറ്റ് അമരമ്പലം പഞ്ചായത്തിൽ ഈ ഒരു മാസം ഓടുകൂടി നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പിന്നെ ഐമാസ് ലൈറ്റ് ഈ പറയുന്ന ബാലറ്റന്റെ വാർഡത്തിന് ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലാന്ന് പറയട്ടെ ബാലറ്റം. അങ്ങനെ പിന്നെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ എന്റെ വാർഡിൽ തോട്ടേക്കാട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 6 പിന്നെ നമ്മൾ അമരമ്പല സൗത്തിൽ, അങ്ങനെയാണ് ഓരോ സ്ഥലം എണ്ണി ഞാൻ പറയുന്നില്ല. അമരമ്പല സൗത്തിൽ 2 ഐമാസ് ലൈറ്റാണ് കൊടുത്തത്. നമുക്കറിയാം പിന്നെ അമരമ്പലം പിന്നെ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭക്തജനങ്ങളൊക്കെ കൂടുതൽ ബലിയിടാനും കർമ്മത്തിനൊക്കെ വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി അവിടെ വലിയ ഐമാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഗ്രൗണ്ടിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഐമാസ് ലൈറ്റ് കൊടുക്കാൻ പിന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നെ സീറ്റ് മെയിൻ ഇപ്പം ആദ്യം എങ്ങനെയായിരുന്നു ബൾബ് കത്തിയിരുന്നത്? എങ്ങനെയായിരുന്നു? സ്വിച്ച് ഇട്ടാല കത്തിന്. ഇന്ന് സീറ്റ് മെയിൻ വലിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തേക്ക് പിന്നെ തൊണ്ടി കഴിഞ്ഞ് കോട്ടപ്പോയ വരെ ആദ്യ ഘട്ടത്തിൽ പഞ്ചായത്തിലെ പിന്നെ മെയിൻ റോഡുകളാണ് നമ്മൾ സീറ്റ് മെയിൻ വലിച്ച് ബൾബ് കത്തിച്ചത്. പിന്നെ അതിനുശേഷം ഈ ബാലറ്റന്റെ വാർഡടക്കം ഇപ്പൊ കത്താൻ പോവുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. ഇതിന്റെ മുന്നേ ഈ UDF ഭരിച്ചിട്ടും അതുപോലെ ബാലറ്റന്റെ വാർഡ് തുടർച്ചയായിട്ട് UDF ഭരിക്കുന്നത്. ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഇപ്പം പൂക്കോട്ടുംപാടം മുതൽ TK കോളനി വരെ ഐമാസ് ലൈറ്റ് സീറ്റ് മെയിൻ വലിച്ചിപ്പം അതിന്റെ ബൾബ് ബാലേട്ടനിപ്പം നാളെ മറ്റന്നാളെ കത്തും. വികസനം വന്നിട്ടില്ല എന്നെങ്ങനെ ബാലേട്ടൻ പറയുന്നത്? ബാലേട്ടന്റെ വാർഡിൽ അംഗനവാടി 6-7 അംഗനവാടി ഈ പഞ്ചായത്ത് അല്ലല്ല അത് ഒരു കൊടുക്കൂല. ഈ ഭരണസമിതി വന്നിട്ട് 29 അംഗനവാടി അല്ലല്ല അങ്ങനെയല്ല 29 അംഗനവാടി ആണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിൽ നിലവാരമുള്ള മുഴുവൻ അംഗനവാടി സ്മാർട്ടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൽ 7ഓളം അംഗനവാടി ഈ ഭരണസമയത്ത് പൊളിച്ച് പുതിയ കെട്ടിടം നമുക്കറിയാം. ബാലറ്റന്റെ വാർഡിലില്ലേ, ചെട്ടിപ്പാടത്തില്ലേ, വിഷ്ണുവിന്റെ വാർഡിലില്ലേ, അങ്ങനെ ഈ പനീസിന്റെ വാർഡിൽ അതാ പണി പൂർത്തിയാക്കണം. ചേലോട് വരുന്ന ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കണം. ഞാൻ ബാലറ്റൻ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാല് വിദ്യാഭ്യാസം എല്ലാ മേഖലയിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു പിന്നെ ഇതായിട്ടും കഴിയില്ല. പിന്നെ ബാലറ്റ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളൂ. ഞാനത് ഇവിടെ നോട്ട് ചെയ്ത് പോന്നിട്ടുണ്ട്. പിന്നെ ന്യൂനത പദ്ധതികൾ കാർഷിക മേഖലയിൽ ഇന്ന് നമ്മളെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒന്ന് വന്യമൃഗശല്യം. അതിന് ഇപ്പോഴാണ് നമുക്ക് പ്രസിഡന്റിന് അനുമതി കിട്ടിയത്. പ്രസിഡന്റിന് അനുമതി കിട്ടിയ അന്ന് തൊട്ട് സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഇതിന്റെ RRT അംഗങ്ങളെ കൂടെ നമ്മൾ പോയി വർക്ക് ചെയ്യണം. ഇപ്പൊ 100ഓളം പന്നിയുടെ മേലെ, കാട്ടുപന്നിന്റെ മേലെ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം കാട്ടുപന്നി പിന്നെ വനത്തുനിന്ന് വന്ന് കൃഷി നശിപ്പിച്ച് തിരിച്ചു പോകേനി. ഇപ്പൊ അങ്ങനെയല്ല. അടുത്തുള്ള പൊന്തക്കാട്ടിലൊക്കെ തങ്ങി പന്നികൾ വർദ്ധിച്ചിട്ടുണ്ട്. ഈ പന്നികൾ വർദ്ധിച്ചത് പിന്നെ മനസ്സിലാക്കി എന്താണെങ്കിലും ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള അനുമതി കിട്ടിയ അന്ന് തൊട്ട്
നമ്മളതിന് വേണ്ടി ഫോറസ്റ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ തന്നെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി, പിന്നെ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി സോളാർ പെൻസിലിംഗ് അത് പുതിയൊരു പദ്ധതി തന്നെയാണ്. ഇതിന്റെ മുന്നത്തെ ഒരു ഭരണസമിതിക്കും അതിന് സാധിച്ചിട്ടില്ല. അതായത് നെൽകർഷകരെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. നെൽകർഷകർ പ്രത്യേകിച്ച് ചേലോട് പാടശേഖരം, പിന്നെ ആനമുണ്ട പാടശേഖരം, ഇങ്ങനത്തെ പാടശേഖരങ്ങൾക്കാണ് ആദ്യ ഘട്ടത്തിൽ നമ്മളതിന് മുൻതൂക്കം കൊടുത്ത് പാടശേഖരം കർഷകരെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ സോളാർ പെൻസിലിംഗ് ഇടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ജൈവവളം ഒരു ഭയങ്കര വിവാദമാക്കിയ ഒരു വിഷയമാണല്ലോ ജൈവവളം. പിന്നെ അത് നല്ല രീതിയിൽ അതിന് കർമ്മസേന രൂപീകരിച്ച് അമരമ്പലം ജൈവവളമായി. ഇതിന് മുന്നേ എങ്ങനെയാണ് ഇവിടെ ജൈവവളം കൊടുത്തിരുന്നത്? ഇവിടെ ഗുണനിലവാരമില്ലാത്ത വളമല്ലേ ഇവർ കൊടുത്തിരുന്നത്. നമ്മളങ്ങനെയാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം കർഷകർ എന്നോട് ആവശ്യപ്പെട്ടതാണ്. എന്ത്, ഇവിടെ ഈ വളം കൊണ്ടൊരു പ്രയോജനമല്ല, നിങ്ങൾ നല്ല വളം കൊടുക്കണം. അങ്ങനെയാണ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പിന്നെ കർമ്മസമിതിനെ ഉപയോഗിച്ച് അമരമ്പലം ജൈവവളം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അത് അപേക്ഷകർക്ക് മുഴുവൻ കൊടുക്കുകയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം 3 കോടി ഉറുപ്പ്യ 3,40,00,000 ഉറുപ്പ്യ കർഷക മേഖലയിൽ, അതായത് പിന്നെ നമുക്ക് ചെലവഴിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഉൽപാദന മേഖലയിൽ. എനിക്കിത് മറുപടി പ്രസിഡന്റ് പറഞ്ഞു ഓപ്പൺ ജിം സ്ഥാപിച്ചിട്ടുണ്ട്, 5 സ്ഥാപിച്ചിട്ടുണ്ട്. അല്ല, ഇതിന്റെ മറുപടിക്ക് വരുന്നത് ഫസ്റ്റ് പറഞ്ഞു ഓപ്പൺ ജിം ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പദ്ധതികളാണ് ഉണ്ടാക്കുക. ആദ്യകാലത്ത് നമുക്ക് വേണ്ട എന്താണ്, വഴികളായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ള ഓരോ പ്രൊജക്ടുകൾ ഉണ്ടാക്കി വരുന്നു. 18 വർഷം UDF തന്നെ അവിടെ വരിച്ച് UDF ഉണ്ടാക്കിയ ഓരോ നേട്ടങ്ങളും ഞാൻ എണ്ണി കാണിച്ചു തരാൻ പറ്റും. ഓപ്പൺ ജിം കാണിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞു. പ്രസിഡന്റ് ഇരിക്കുന്ന പഞ്ചായത്തിന്റെ ബിൽഡിംഗ്, അപ്പുറത്തിരിക്കുന്ന ബിൽഡിംഗ് UDFന്റെ നിർമ്മിതിയാണ്. അത് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ മുന്നത്തെ റൂം വാടകയ്ക്ക് കൊടുക്കൊണ്ട് ആ കെട്ടിടം ഉണ്ടാക്കി ഏറെപ്പുറം പൈസ ഇപ്പോൾ മടങ്ങി വന്നു. അതായത് മുടക്ക് മുതൽ തിരിച്ചു വരുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ ആ 2 നില 3 നില ബിൽഡിംഗ് മുകളിൽ തന്നെ നമ്മളെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഉണ്ടാക്കിയത്. 2 നില ഉണ്ടാക്കുകൊണ്ട് നമുക്ക് തിരിച്ചു വരുന്ന പദ്ധതി. അന്ന് അത് ഉണ്ടാക്കാൻ നേരത്ത് CPMന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരുന്നു ഇവിടെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ നേതൃത്വം എതിർത്ത്. അവിടുത്തെ തേക്കുമരം മുറിക്കണമെങ്കിൽ ഞങ്ങൾ നെഞ്ഞത്തുകൂടെ കയറണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം പറഞ്ഞു. അതൊക്കെ ഞാൻ അങ്ങനെ പോട്ടെ, അതിന് ചർച്ച നടക്കുമ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം അത് പൊളിച്ചു പോയിട്ട് അതിന് തൊട്ടപ്പുറത്തെ ബിൽഡിംഗും കൂടി പൊളിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എനിക്ക് സമ്മതമാണ്, പക്ഷെ പാർട്ടി അതിന് സമ്മതിക്കുക. ഞാൻ പാർട്ടിയുടെ നിൽക്കും. അപ്പൊ ഞങ്ങൾ ഇപ്പത്തെ ഭരണസമിതിയുടെ വിഷയം പറയും, അന്നത്തെ കഥ പറഞ്ഞ ഇപ്പത്തെ വിഷയം പറയും. ഇപ്പത്തെ ഭരണസമിതിനെ സംബന്ധിച്ചിടത്തോളം MLA PV അൻവറിന്റെ ഫണ്ട് നിലവിലെ സാഹചര്യം നമ്മൾ സംസാരിക്കണ്ടേ. ഇവിടെ ഈ ഭരണസമിതി അങ്ങനെയല്ല. ഇവിടെ ഇന്നത്തെ ചർച്ച എന്താണ് കണ്ണാ? ഇവിടുത്തെ ഈ ഭരണസമിതി വന്നിട്ട് എന്ത് ചെയ്തു, എന്ത് വീഴ്ചകൾ പറ്റി, ഇതല്ലേ നിങ്ങളെ ചർച്ച. ചോദിച്ചോണ്ട് പറഞ്ഞാണ് ഈ ഭരണസമിതി വന്നിട്ട് നമ്മളെ LDF ഭരണസമിതിയുടെ കീഴിലുണ്ടായിരുന്ന PV അൻവർ MLA സമയത്ത് 90 ലക്ഷം രൂപ വാങ്ങി അതിന് എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കി ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങാൻ നിൽക്കണം. തുടങ്ങാൻ നിൽക്കണം. അതിലെന്താ സംശയം? അല്ല, നിങ്ങൾ വിവരാകാശത്തിന്റെ ആളല്ലേ, വിവരാകാശം കൊടുത്താൽ അറിയില്ലേ? അമരമ്പല പഞ്ചായത്തിലെ പുതിയ കെട്ടിടത്തിന് എത്ര റുപ്യ വെച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ അറിയാലോ. എന്തിനാണ് ഇത് ടെൻഡർ കഴിഞ്ഞതാണ്, യാതൊരു തർക്കമല്ല. ഞാൻ പറഞ്ഞതല്ല, പ്രസിഡന്റ് പറഞ്ഞ മുൻ UDF സർക്കാർ ഇവിടെ ഒന്നും ചെയ്തില്ല. പഞ്ചായത്ത് ഓഫീസ് ഞാൻ പറയുന്നു, പകൽ വീട് ഞാൻ പറയുന്നു, പ്രതീക്ഷാ ഭവൻ ഞാൻ പറയുന്നു, ഗ്യാസ് ക്രിമിറ്റോറിയം നിങ്ങൾ പോയി നോക്കിക്കോളും. വിജ്ഞാൻ വാടി പഞ്ചായത്തിൽ KSCB ഇവിടെ കൊണ്ടുവന്ന ഇപ്പൊ ഒരു കേരള സർക്കാരിന്റെ ഒരു മേന്മയാണല്ലോ പറഞ്ഞത്, സർക്കാരിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. KSCB ഇങ്ങോട്ട് മാറ്റിയത് ഈ സർക്കാരാണ്. തോട്ടേക്കാട് കെട്ടിടം ഉണ്ടാക്കിയതും അവിടെ പരിപാടി തുടങ്ങിയതും UDF സർക്കാരാണ്. UDF സർക്കാരിന്റെ കാലത്ത് ഒരു വികസനം മുരടിപ്പ് നടന്നിട്ടില്ല. ഇവിടെ 3 ഓപ്പൺ ജിമ്മോ അല്ലെങ്കിൽ 7 ഓപ്പൺ ജിമ്മോ പറഞ്ഞിടത്താണ് ഞാൻ പറയുന്നത് കോടികളുടെ ആസ്തിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എണ്ണി കാണിച്ചു തരാൻ പോണത്. പിന്നെ പറഞ്ഞത് എന്താ, വന്യമൃഗശല്യം 2023 ഇന്നൊന്നുമല്ല, 2023 അതിന് പ്രസിഡന്റിന് അനുമതി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഓരോ ബോർഡിലും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് എന്നും ലൈസൻസുകൾ വരെ വാങ്ങുക, കൊണ്ടുവരിക എന്നുള്ള പരിപാടി. ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു വെടിവെപ്പ് നടന്നു. അതിനുശേഷം ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് അത് പ്രസിഡന്റ് 100% അതിനൊപ്പം നിന്നിട്ടുണ്ട്. അദ്ദേഹം രാത്രി ഉറക്കം ഒഴിച്ചിട്ട് നട്ടപ്പാതിരിക്കും ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, നടന്ന കാര്യങ്ങൾ നടന്നു തന്നെ പറയുള്ളൂ, അല്ലാതെ ഞാൻ അതിനെ എതിർപ്പായിട്ടൊന്നും പറയില്ല. പക്ഷേ അത് പോരായിരുന്നു, കുറച്ചും കൂടി ആർജവത്തിൽ നമുക്കത് നടപ്പിലാക്കാം. പിന്നെ പ്രസിഡന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ പ്രസിഡന്റാണ് അതിന് ചാർജ്. പണ്ട് അതിന് അനുമതി ഉണ്ട് എന്നല്ലാതെ
അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് സർക്കാർ ഇപ്പൊ മാനദണ്ഡങ്ങൾ അനുവദിച്ചു കുറച്ചു. നമുക്ക് വെടിവെക്ക എന്ന് പറയുന്നാൽ അതിന് ഒരുപാട് അതുകൊണ്ടാണ് മാനദണ്ഡങ്ങൾ ഞാൻ വെച്ചിരുന്നു. പറഞ്ഞത്. വനം വകുപ്പ് അതിന് ഒരുപാട്, കേന്ദ്ര സർക്കാർ അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ആ മാനദണ്ഡത്തെ മറികടന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാനദണ്ഡത്തെ മറികടക്കാൻ നമുക്ക് കഴിയില്ല. എന്നാ മാനദണ്ഡം നമുക്ക് അനുകൂലമായി വെടിവെക്കാം എന്ന് അത് നമ്മൾ പരമാവധി ലൈറ്റിന്റെ കാര്യമാണ് പിന്നെ ഒന്ന് പറഞ്ഞത്. ലൈറ്റിന്റെ കാര്യമാണ് നമ്മൾ എന്താണ് നിലാവ് പദ്ധതി വെച്ചപ്പോൾ പറഞ്ഞത് 7 വർഷത്തെ വാറന്റി നമുക്കുണ്ട്. നിലാവ് പദ്ധതിയിൽ പല വാർഡുകളിലും ബൾബ് കെട്ട് കിടക്കാൻ തുടങ്ങി കാലം കുറച്ചായി. ഇന്നലെ പ്രസിഡന്റിന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ട്, നിലാവിൽ പോയ പദ്ധതികൾ, ഇന്നലെ നിലാവിൽ പോയ ബൾബുകൾ കൊടുക്കണം, ഞങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. പക്ഷെ എത്ര വർഷമായി 7 വർഷത്തിൽ നിന്ന് 5 വർഷം ഇപ്പൊ കഴിഞ്ഞു. 2 വർഷത്തെ വാറന്റി ഉള്ള സാധനമാണ്. അപ്പൊ അതിന് അത് കറക്റ്റ് അല്ല. അതായത് നിലാവ് പദ്ധതി അമരമ്പലം പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യത്തെ പഞ്ചായത്ത്. മനസ്സിലാക്കണം. അല്ലല്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ല, 500 ബൾബാണ് നിലാവ് പദ്ധതിയിലൂടെ നമുക്ക് 7 വർഷം ഗ്യാരണ്ടിയോട് കൂടി തന്നത്. അതിൽ അവർ അന്ന് പറഞ്ഞത് 7 വർഷം കൊണ്ട് ഇതിന്റെ പൈസ തിരിച്ചടക്കുന്നതാണ്. ₹1 എന്ന് വരെ നമുക്ക് പഞ്ചായത്ത് തിരിച്ചടക്കാൻ പറ്റില്ല. നമുക്ക് ആ പദ്ധതി ഏറ്റെടുത്ത് ഫ്രീ ആയിട്ട് കിട്ടി എന്ന് തന്നെ പറയാം. ഫ്രീ ആയിട്ട് ആ പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ട് നമുക്ക് ആ പദ്ധതി ഫ്രീ ആയിട്ട് കിട്ടി എന്ന് തന്നെ പറയാം. അത് കിട്ടി 500 ബൾബ്. എന്നാൽ 2 പ്രാവശ്യം അത് KCBക്കാണ് ഇത് ഉത്തരവാദിത്തം. KCBക്ക് കത്തൊടുത്ത് 2 പ്രാവശ്യം അത് കഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. KCBക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കും. ഈ പ്രാവശ്യം ഇപ്പം KCBനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഈ നിലാവിൽ കത്താത്ത ബൾബുകൾ, ആ കത്താത്ത ബൾബുകൾ പിന്നെ ചെയ്ത് ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വോയിസ്. നിലാവ് പദ്ധതിന്റെ കാര്യം അങ്ങനെയാണ്. കെട്ട ബൾബുകൾ കത്തിക്കാൻ ഇപ്പൊ ഇന്നലെയാണ് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞത്. മൂന്നാമത്തത് പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞ് ജൈവവളത്തിന്റെ വിഷയമാണ്. ഞങ്ങൾ 2 പ്രാവശ്യം പത്രസമ്മേളനം നടത്തി. പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇരുന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ രണ്ടാമതും അതിന് ആദ്യം ഒന്ന് നടത്തിയതിന് ശേഷം പിന്നെയും നടത്തി. ഞങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്, ഇതിന്റെ ശതമാന കണക്ക് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ 75% കൃഷിഭവൻ സർക്കാരും പഞ്ചായത്തും 25% ഗുണഭോക്തൃ വീതമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് ഒറ്റ വർഷം കൊണ്ട് 3 മാസം കൊണ്ട് ഒറ്റ വില വർധനമാണ്. ഗ്രാമസഭയിൽ പോയിട്ടില്ല, വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നിട്ടില്ല, പഞ്ചായത്ത് ബോർഡിൽ വന്നിട്ട് വില കൂടിയ ചർച്ച വന്നിട്ടില്ല. കാരണം ഒരു മുട്ടുസൂചി പഞ്ചായത്തിൽ വാങ്ങണമെങ്കിൽ ചിലവ് ഇത്ര ഉറുപ്പയുണ്ട് കേട്ടോ, അതിന്റെ കണക്ക് പഞ്ചായത്ത് ബോർഡിൽ അംഗീകരിക്കണം. പ്രസിഡന്റും ഞാനടക്കം ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനത്തിന് ചെന്ന് അപ്പോഴാണ് പറയുന്നത് ഇപ്രാവശ്യം തൊട്ട് വളത്തിന് 120 രൂപയാണ്. എന്താ ഇത് മുൻകൂട്ടി നമുക്ക് പറഞ്ഞു ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. നിൽക്ക് 120 രൂപയായി. ഈ 120 രൂപയാകുമ്പോൾ ഒരു ചാക്ക് വളത്തിന്റെ വില എത്രയാണെന്ന് അറിയാം നമുക്ക്? 360 ആയി. ആയോ? 360 അല്ല, 480 ആയി. 120 ഇൻറ്റു 4 480 ആയി. 420 ഇപ്പൊ ചാക്ക് വളം കൊടുക്കണം. നിങ്ങൾ എന്തെങ്കിലും കണക്കാരെടുത്ത കാര്യം 420 ഇപ്പൊ വളം കൊടുക്കുന്നത്. അതിൽ 300 സബ്സിഡിയാണ്, 120 ഗുണഭോക്താവ്. അങ്ങനെ പറയും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. 75% പഞ്ചായത്തും 25%. അല്ല, അത് ശതമാനം 75% വരെ. അങ്ങനെയല്ല, നിങ്ങൾ പഞ്ചായത്ത് ബോർഡിന് 75% സബ്സിഡി 75% വരെ ജൈവവളത്തിന് സബ്സിഡി കൊടുക്കാം. 25% ഗുണഭോക്താവിൽ നിന്ന് വാങ്ങാം. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച പദ്ധതി എത്രയാണ്? ആ പദ്ധതി അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയാണ്. ജൈവവളത്തിന് അപേക്ഷ കൊടുത്ത 10 സെന്റിലുള്ള മുഴുവൻ ആളുകൾക്കും 10 സെന്റിന്റെ മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും, അത് 5 ഏക്കറിന്റെ താഴെയുള്ള മുഴുവൻ ആളുകൾക്കും ജൈവവളം കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിലവിൽ വെച്ച ഫണ്ടിനെ നമ്മൾ വീതിച്ചിട്ടാണ് എല്ലാവർക്കും കൊടുക്കുക. എല്ലാവരെയും പരിഗണിക്കുക. എല്ലാവരും കർഷകരല്ലേ. ഈ കർഷകരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ എങ്ങനെ വളത്തിന് കൂടിയത് പിന്നെ അറിയില്ല എന്ന് പറഞ്ഞത്. ഈ പഞ്ചായത്ത് ഭരണസമിതി പിന്നെ 3 വർഷമായി ഈ ജൈവവളം പിന്നെ അമരമ്പലം ജൈവവളമായിട്ട് കൊടുക്കുന്നത്. ആദ്യം 1-2 വർഷം ബാലേട്ടൻ പറഞ്ഞു ഒരു കിലോന് 12 രൂപയായിട്ടാണ് ജൈവവളം കൊടുക്കുന്നത്. ഈ 12 രൂപ കൊടുക്കുന്നതിൽ 9 രൂപ സബ്സിഡിയാണ്, 3 രൂപയാണ് ഗുണഭോക്താവിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ ഈ വർഷം അത് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടിയതല്ല. നിങ്ങൾക്ക് എവിടെയോ നിങ്ങളെ വാർത്താ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? പ്രസിഡന്റ് കമ്മീഷൻ വാങ്ങി, കൈക്കൂലി വാങ്ങി. എനിക്ക് ഇന്റെ അടുത്തുണ്ട്, ഇവിടെ കണ്ണനോട് ചോദിച്ചാൽ അതറിയും. നിങ്ങൾക്ക് 1 രൂപ ഈ ഭരണസമിതി വന്നതിന് ശേഷം 1 രൂപ എവിടെയെങ്കിലും കമ്മീഷൻ വാങ്ങിയതായിട്ടോ ഒരു കാലിച്ചായ നമ്മൾ ആരത്തേലും കുറിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും? ഞാൻ അല്ലല്ല, ചെയർമാൻ പ്രസിഡന്റാണ്. അതിനെ ഞാൻ പറയുന്നത് ഈ ഭരണസമിതി നിങ്ങൾ പറയുന്നത് ബോർഡ് മീറ്റിംഗിൽ ഈ വില കൂടിയത് ചോദിച്ചപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ടില്ല.
പിന്നെ ഞാൻ മീറ്റിംഗിന് പോയിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞാൽ നേരിട്ട് സത്യമാണ്. അങ്ങനെയല്ല. രണ്ടാമത് ആരാ പോയത് ചോദിച്ചു, വൈസ് പ്രസിഡന്റാണ് പോയത് ചോദിച്ചു. പറഞ്ഞു വൈസ് പ്രസിഡന്റ് ചോദിച്ചു, അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിൽ അംഗമാണ്. അയ്യോ അതൊക്കെ ADCയുടെ ചുമതല, ഞങ്ങളതല്ല. ഈ ADC പഞ്ചായത്ത് ഭരണസമിതി എന്തിനാണെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ADCയുടെ ചെയർമാൻ ഞാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. അതായത് ഈ വർഷത്തെ പദ്ധതി വരുന്നതിന്റെ മുന്നേ ഈ കർമ്മസമിതി പഞ്ചായത്തിന് ഒരു കത്ത് വന്നു. കൃഷി ഓഫീസർക്ക് വെച്ചു കൊടുത്തു. അല്ലല്ല, കൃഷി ഓഫീസർക്ക് കൊടുത്തിട്ട് ഇത് പദ്ധതി നിർമ്മാണം ചെയ്യുന്ന പ്രസിഡന്റാണോ? പദ്ധതി നിർമ്മാണം ചെയ്യുന്ന കൃഷി ഓഫീസർ. നിങ്ങൾ എന്ത് വർത്തമാനം ഞാൻ പറഞ്ഞെങ്കിൽ കൃഷി ഓഫീസർ അതല്ല, ഈ ADS കൂടിയിട്ട് അതിൽ അംഗീകരിക്കുകയാണ്. എന്താ വെച്ചാല് 12 റുപ്യക്ക് കൊടുത്തിന് വളം ഓൽക്കതിന് കൊടുക്കാൻ കഴിയില്ല. വാങ്ങുന്ന വളം പർച്ചേസ് ചെയ്യുന്നിടത്ത് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓൽക്ക് റേറ്റ് കൂടിയത് കൊണ്ട് പിന്നെ റേറ്റ് കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാകൂല. അതല്ലല്ല, അത് അവര് കത്ത് കർഷകരെ ഈ കർമ്മസമിതി നിന്ന് കഴിഞ്ഞാൽ അത് വലിയ കർഷകർക്ക് നഷ്ടമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് 1 കിലോന് 2 റുപ്യ കൂട്ടിക്കൊടുക്കാൻ ADSലാണ് തീരുമാനമായത്. ആ തീരുമാനമാണ് ഭരണസമിതി നടപ്പാക്കിയത്. ഇത് ഒരു വ്യക്തിന്റെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനമല്ല. ആ തീരുമാനം വന്നിട്ട് ആസൂത്രണ സമിതി വന്നിവിടെ. ഏത് അതല്ല ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. ആസൂത്രണ സമിതി കഴിഞ്ഞു, വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞു, വികസന സെമിനാർ കഴിഞ്ഞു, ഗ്രാമസഭ കഴിഞ്ഞു. എന്നിട്ടാണ് ഇപ്പൊ വളം കൊടുത്തപ്പോഴാണ് ഇതിലൊക്കെ എന്താ പറയുന്നത്. എങ്ങനെ നിങ്ങളറിയാത്ത കാര്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അത് അതൊന്നല്ല, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പ്രസിഡന്റ് ഇതിൽ കമ്മീഷൻ വാങ്ങി നിങ്ങളും നിങ്ങളെ പാർട്ടി വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് കൂടെ പരിശോധിച്ചാൽ UDF അമരമ്പലം തുടർച്ചയായിട്ട് 18 വർഷം ഭരിച്ചല്ലോ. നിങ്ങൾ ഏത് വളം അവിടെ കൊടുത്തിരുന്നത്? ഈ അമരമ്പലം പഞ്ചായത്ത് LDF എന്റെ ഞാൻ അധ്യക്ഷനായത് വന്നിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളല്ലോ. നല്ല രീതിയിൽ കർഷകരെ സഹായിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ബാലട്ടം പറഞ്ഞതിന് നല്ല രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരാണ്. ഇപ്പം അഗ്രോ ക്ലിനിക്ക് ഇന്ന് കർഷകർ നേരിടുന്ന പ്രശ്നം എന്താ? ഒന്ന് വന്യമൃഗശല്യാണ്. അതിനൊരു പരിഹാരം സോളാർ ലൈനിലും കൂടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അഗ്രോ ക്ലിനിക്ക് ഈ സമീപ പഞ്ചായത്ത് പരിശോധിച്ചിട്ട് സംസാരിക്കുന്നത്. അഗ്രോ ക്ലിനിക്കില് ജില്ലയിൽ തന്നെ 2 പഞ്ചായത്ത് വന്നിട്ട് ഒന്ന് അമരമ്പലം പഞ്ചായത്ത് ഫസ്റ്റ് അഗ്രോ ക്ലിനിക്. എന്ന് വെച്ചാൽ കൃഷിക്ക് പല രോഗങ്ങൾ വരും, മനുഷ്യനെ പോലെ തന്നെ. ആ രോഗങ്ങൾ വരുന്നതിന് അതിന് ചികിത്സിക്കാൻ അഗ്രോ ക്ലിനിക്. പിന്നെ അത് എന്തോ ആയിക്കോട്ടെ, പഞ്ചായത്ത് എന്താ ഈ ജില്ല മറ്റു പഞ്ചായത്തുകളൊന്നുമില്ലേ? എന്താ അമരമ്പലം പഞ്ചായത്ത് നടപ്പാക്കിയില്ലേ? അതെ അതെ, എല്ലാ മേഖലയും ഏത് മേഖല നിങ്ങൾക്ക് പറയാം. നമ്മളെ സമയം ഏകദേശം ആരോഗ്യ മേഖല നമുക്ക് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി ഏറ്റെടുക്കലിന് അത് പ്രസിഡന്റിനെ പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അതോടൊപ്പം തന്നെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ജൈവവളത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം വരുന്ന സംഘത്തെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം അത് നടത്തിയൊരു നല്ലൊരു നീക്കം തന്നെയാണ്. അതിന്റെ പുറമെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം അത് ഞാൻ പറയട്ടെ, ആരാണ് ഈ കോളേജ് നടപ്പാക്കാൻ എവിടെ വ്യാപാരികൾ അങ്ങനെയല്ല, വ്യാപാരികൾ ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തരാം. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ആദ്യ ഘട്ടത്തിൽ വന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ അതിന് ഓഫീസ് മാത്രമാണ് തുടങ്ങാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ നമ്മുടെ PV അൻവർ MLA-യോട് ഇവിടുത്തെ പൂക്കോട്ടുംപാടത്തെ വ്യാപാരികൾ കുഞ്ഞാക്കടക്കുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആ കോളേജ് ഇങ്ങോട്ട് തരാണെങ്കിൽ ഫ്രീ ആയിട്ട് സ്ഥലം ഞങ്ങൾ കണ്ടെത്തി തരാം. മനസ്സിലാക്കണം, എവിടെയും പറഞ്ഞതല്ല. ഇവിടുത്തെ വ്യാപാരികൾ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം ഞങ്ങൾ കണ്ടെത്തി തരാം. ജിദ്ദ പ്രവാസി കൂട്ടായ്മ ജാപ്പ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം ഞങ്ങൾ വ്യാപാരികളും ജാപ്പയും കൂടി കണ്ടെത്തി തരാം. ഇതുവരെ അവർക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയില്ല. അന്ന് അവർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ കോളേജ് എന്നോ യാഥാർത്ഥ്യമായിരുന്നു.
കോളേജിന് സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതല്ല, സർക്കാർ ഭൂമി വാങ്ങുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അതിന് ഭയങ്കര നിയമ നടപടികളാണ്. അതൊക്കെ കഴിഞ്ഞു വരാം, അതിന്റെ കാലതാമസം വരും. ആ നടപടികളാണ് ഇപ്പൊ പൂർത്തീകരിച്ചത്. എന്നാൽ നമുക്ക് ആദ്യക്ക് ഭൂമി ഉണ്ടെങ്കിൽ എന്നോ കോളേജ് യാഥാർത്ഥ്യമായിരുന്നു. മനസ്സിലായില്ലേ? അന്ന് അവർ ചെയ്തിട്ടുണ്ട്. അവർ ഈ കോളേജ് ഇവിടെ വരാൻ അതല്ല, കോളേജ് ഇവിടെ വരാന് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കാതെ കോളേജ് വരാന് വ്യാപാരികളും വ്യാപാര പ്രവാസി കൂട്ടായ്മയാണ് അതിന് തുടക്കം കുറിച്ചത്. MLA-യോടും പാർട്ടിയോടും വിഷയം അവതരിപ്പിച്ചതും ഇവിടെ കോളേജ് കൊണ്ടുവരാന്ന് പറഞ്ഞതും. എന്നാൽ ആദ്യ ഘട്ടത്തിൽ അവരുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സജീവമായിട്ട് പങ്കെടുത്തത് ഞാൻ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ എന്റെ പാർട്ടിക്ക് അതിന് കൂടെ നിന്നിട്ടുണ്ട്. നമ്മൾ തങ്ങൾ മാഷിന്റെ കൂടെ നിന്നിട്ടുണ്ട്. തങ്ങൾ മാഷിന്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ ആ കോളേജ് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലക്ക് ഒരു പഞ്ചായത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനം മാത്രമല്ല, അല്ലെങ്കിൽ പഞ്ചായത്തിക്ക് വരുന്ന വികസനം മാത്രമല്ല, നമുക്ക് എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ഫണ്ട് വാങ്ങി വികസനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവിടെ പഞ്ചായത്ത് ഭരണസമിതി. ഞങ്ങളും പറഞ്ഞു ഈ കോളേജ് 3-4 വർഷം ഈ വാടക കെട്ടിടത്ത് 9.5 വർഷം ഭരിച്ച ഒരു സർക്കാർ അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. നിങ്ങൾ പഴയ കാര്യം പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജിന്റെ കാര്യത്തിലെന്നല്ല, എല്ലാ മേഖലയിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ടുണ്ട്. ഏതിലും ഒന്നിനും ഇടപെടാത്ത ഈ വിഷയത്തിൽ ഒന്നും ഇടപെടാത്ത പറയും. 9.5 വർഷമായിട്ട് സ്ഥലം ഏറ്റെടുക്കും. 6 പ്രാവശ്യം പ്രസിഡന്റ് പോയി കുറ്റിയടിച്ചിട്ടുണ്ട്. അത് ഞാൻ വിട്ടു. ഇതിന് വ്യാപാരി സമിതികളൊപ്പം നിന്നിട്ടുണ്ട്. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആദ്യഘട്ടത്തിൽ നിന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ കോളേജ് ഇവിടെ വരാൻ കാരണം അല്ല, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞേക്ക്, കോളേജ് ഇവിടെ വരാൻ കാരണം വ്യാപാരികളും പ്രവാസികളും നല്ല ഒരു ത്യാഗം സഹിച്ചിട്ടുണ്ട്. പക്ഷെ തുടർന്നുണ്ടായിട്ടില്ല. ഒരു ഭൂമി വാങ്ങിത്തരാന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോളേജ് ഇവിടെ യാഥാർത്ഥ്യമായത്. പക്ഷെ വന്നിട്ടില്ല. വരാത്തത് കൊണ്ടാണ് രണ്ടാമത് സർക്കാർ ഭൂമി വാങ്ങാൻ ഫണ്ട് അനുവദിച്ചത്. പിന്നെ കുറ്റിയടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് നടപടിക്രമമാണ്. ഒരു വ്യക്തി സ്ഥലം വാങ്ങല്ല, നടപടിക്രമമാണ്. സർക്കാർ ഒരുപാട് പ്രാവശ്യം കുറ്റിയടിച്ചിട്ടൊന്നുമില്ല. അതിന് വേണ്ട ഉദ്യോഗസ്ഥർ അതിന്റെ നടപടി വരുമ്പോ കോളേജിന്റെ കാര്യത്തില് ഇല്ലല്ല പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞേക്കും എന്തോ ആയിക്കോട്ടെ. ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഫൈനലിലേക്ക് വരുമ്പോ കോളേജ് ഇപ്പൊ സ്ഥലം ഏറ്റെടുത്ത നടപടിയിലേക്ക് എത്തുമ്പോ പ്രസിഡന്റിന്റെ പങ്ക് വളരെ വലുത് തന്നെയാണെന്നുള്ളതാണ്. ഇല്ല, അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധികൾ അടക്കം വരുന്ന ആളുകൾ ഇതിന്റെ ഭാഗമാണ്. അതുകൂടെയാണ് പറഞ്ഞത്. അതല്ല, അങ്ങനെയൊന്നല്ല. കോളേജിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളൊക്കെ വലിയ പ്രയാസം തന്നെയാണ്. നമ്മളെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലാണ് 500ഓളം കുട്ടികൾ പഠിക്കുന്നത്. അതിലും സ്ത്രീകളാണ്, പെൺകുട്ടികൾ ബാത്റൂം സൗകര്യങ്ങളില്ല. അറിയാം, പഞ്ചായത്ത് ഭരണസമിതി ഒരു കോഴ്സ് കോട്ടയിൽ കിട്ടിയ കുട്ടികളുണ്ട്. കുട്ടികൾ അങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിൽ കളിക്കുക. അപ്പൊ അറിയാം, പ്രയാസം മനസ്സിലാക്കി. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായിട്ട് അതിൽ ഇടപെട്ട് അത് നടത്തിയിട്ടുണ്ട്. പിന്നെ കുറ്റിയെടുക്കണ്ടത് ഇടക്കിടക്കൽ അത് ഞാൻ സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല. അതങ്ങനെ തീരുമാനമായി. ഗവൺമെന്റ് കോളേജ് അങ്ങനെ ഓക്കെ. അത് മാത്രമല്ല, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് സാധാരണക്കാരായിട്ടുള്ള രോഗികൾ, അതായത് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരെ അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസമുണ്ട്. അപ്പൊ അതിന്റെ ഒരു സബ് സെന്റർ പോലെ പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ച് ഒരു ഡോക്ടറെ നിയമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉപകാരപ്പെടില്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നെ നമ്മുടെ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലാണ് ആരോഗ്യ മേഖല ഈ 9 വർഷത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അമരമ്പലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ PHC ബാലറ്റിന്റെ വാർഡിലുള്ളൂ. പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി. നമുക്കറിയാം, ഒരു ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. 80 OP താഴെ വളരെ കുറഞ്ഞ ആള്. നമ്മളെ പ്രത്യേകിച്ച് തേൾപ്പാറ ഭാഗത്തായതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും 80 ആളെ താഴെയുള്ള OP ആയിരുന്നു അവിടെ നടന്നിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 300ന്റെ അടുത്ത് OP നിലക്ക് അത് വർദ്ധിച്ചു. അതിന് വേണ്ടതെല്ലാം ഇപ്പൊ അറിയാം. ഈവനിങ് OP ഇപ്പൊ 3 ഡോക്ടർമാരാണ് അവിടെ. അങ്ങനെ എല്ലാ പിന്നെ സബ് സെന്ററുകൾ
3 ഹെൽത്ത് സംവിധാനം അവിടെ നിലവിൽ വരുത്തി. അങ്ങനെ എല്ലാ സൗകര്യം ഇന്ന് പിന്നെ നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം കോവിഡിന് ശേഷം ഈ കോവിഡ് എന്തായാലും അവിടുത്തെ ബാത്റൂമിന്റെ സംവിധാനം, അവിടെ വരുന്ന ആളുകൾ ബാലേട്ടന്റെ കുടിക്ക് കക്കൂസ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആദ്യം. അപ്പൊ ബാലറ്റിന് വരെ കക്കൂസ് പോകണമെങ്കിൽ നമ്മളെ സബ് സെന്റർക്ക് വരാൻ കഴിയും. അതിന്റെ ഞാൻ തമാശ പറഞ്ഞതല്ല, അത്രയും നല്ലൊരു ബാത്റൂം സംവിധാനം, ആ പുതിയ കെട്ടിടത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമുക്കറിയാം. ഒരു വർഷം ഇവര് പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഭരണസമിതികൾ എത്രയാണ് ഫണ്ട് വെച്ചിന്, ഇന്ന് ആവശ്യത്തിനുള്ള ഫണ്ട്, അതായത് ആരോഗ്യ മേഖലയിലേക്ക് ആവശ്യമുള്ള ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാന സർക്കാർ. ഇപ്പൊ നമുക്കറിയാം നമ്മളെ ആയുർവേദിക് ഹോസ്പിറ്റല് അല്ല പൊളിച്ച് എവിടെ പൊളിച്ച് മതില് പൊളിച്ചത് പിന്നെ ആദ്യം പദ്ധതി വെച്ചതല്ലേ, ആ വെച്ചു എന്നുള്ളത് 12 ലക്ഷം റുപ്യാണ് വെച്ചിട്ടുള്ളത്. എങ്ങനെ നടക്കാതെ അല്ലല്ല, അങ്ങാടിന്റെ നടക്കല്ലേ അതിന്റെ എല്ലാ വേണ്ടതും നടക്കും. പ്രത്യേകിച്ച് ആയുർവേദിക് ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങാടിന്റെ സെന്ററിന്റെ കാലഘട്ടം പറഞ്ഞത് കറക്റ്റ്. പ്രത്യേകിച്ച് പിന്നെ ആയുർവേദിക് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന പ്രായം കൂടിയ ആളുകളാണ്. അവർക്ക് വേണ്ട എല്ലാ മരുന്നും അതുപോലെ പ്രസവ രക്ഷാ മരുന്ന് ഈ സമീപ പഞ്ചായത്തിൽ ആദ്യം വിതരണം, ചോക്കാട്ടിൽ വരെ ആളുകളോടൊന്നും വാങ്ങുന്നത് അത്രയും നല്ല രീതിയിൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ തേൾപ്പാറ PHCന്റെ ഒരു സബ് സെന്റർ പോലെ പൂക്കോട്ടുംപാടത്തേക്ക് ഒരു ഡോക്ടറെ നിയമിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. 3 സബ് സെന്റർ ആക്കി ഉയർത്തിയിട്ടുണ്ട്. 3 സബ് സെന്റർ വെൽനസ് സെന്റർ ആയിട്ട് ഉയർത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് സർക്കാരിന്റെ സഹായത്തോടുകൂടി. എന്നാൽ ആദ്യം പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വന്ന് ഫസ്റ്റ് ചെയ്തത് എന്താ വെച്ചാൽ നമുക്കറിയാം എല്ലാ ആളുകൾക്കും തേൾപ്പാറ പോകാൻ പിന്നെ പ്രയാസമുണ്ട്. എന്നാൽ ഒരു അഡീഷണൽ സബ് സെന്റർ എന്ന ലക്ഷ്യം പഞ്ചായത്ത് ഭരണസമിതി ബാലറ്റിന് അറിയുന്ന കാര്യമാണ്. പിന്നെ അഡീഷണൽ സബ് സെന്റർ എന്ന അപ്പൊ ഒരു പഞ്ചായത്തുക്ക് ഒരു സബ് സെന്റർ ഒരു പിന്നെ എന്താണ് ഒരു PHC അനുവദിക്കുള്ളൂ. രണ്ടാമത്തെ കുടുംബാരോഗ്യ കേന്ദ്രം അനുവദിക്കില്ല. അത് അനുവദിക്കാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് ഭരണസമിതി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉപ്പള്ളിയിൽ നമ്മളതിന് സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പള്ളിയിൽ എന്റെ വാർഡാണ്, എന്റെ വാർഡിൽ അതിനുള്ള ഒരു അഡീഷണൽ PHC ഉണ്ടാക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പക്ഷെ അത് നമ്മൾ പൂക്കോട്ടുംപാട അങ്ങാടിയിൽ 2 ഹൈമാസ് ലൈറ്റുകൾ മലയോര ഹൈവേയുടെ പ്രവൃത്തി മൂലം നമ്മൾ അഴിച്ചു വെച്ചു. ഇപ്പൊ ആ സാധനം ഉണ്ടോ, അത് എവിടെയാണ്, അതിന്റെ ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങാടിയാണ്. നമ്മൾ ലൈറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒന്ന് അതുപോലെ തന്നെ TK കോളനി അംഗനവാടിയാണ്. 2016-20 സാമ്പത്തിക വർഷ കാലാവധിയുള്ള പഞ്ചായത്ത് ഭരണസമിതി വെച്ച ഫണ്ടാണത്. അത് 3 വർഷം കൊണ്ട് ഈ ഭരണസമിതി കയറിയപ്പോൾ തൊട്ട് ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞു ഞാനത് നമ്മൾ പോകുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാം. ഞാനത് പ്രസിഡന്റിനെ അഭിനന്ദിക്കാം. പ്രസിഡന്റിനെ മാത്രമേ ഞാൻ അഭിനന്ദിക്കുള്ളൂ. എന്റെ അംഗനവാടി ഇത്രയും വൈകിച്ചത് അതിലേക്ക് MLA ഒരു ഫണ്ട് കൊണ്ടത് വെച്ചു. പഞ്ചായത്ത് ഭരണസമിതി വെച്ച ഫണ്ട്, അവിടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചൊരു ഫണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു MLAക്ക് ഒരു ഫണ്ട് വെക്കുമ്പോൾ ആദ്യം പഞ്ചായത്തിലേക്ക് കത്ത് വരും. ആ സ്ഥാപനത്തിന് നിങ്ങൾ കത്ത് വെച്ചിട്ടുണ്ടോ, ഫണ്ട് വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നിലവിൽ പഞ്ചായത്ത് ടെൻഡർ നടപടി പൂർത്തീകരിച്ച അംഗനവാടിയുടെ ഫണ്ടാണ്, അതിലേക്കാണ് MLAയുടെ ഫണ്ട് ആഡ് ചെയ്തത്. അതോടുകൂടി ഇത് ഫാഷ്. പിന്നെ ഈ പരിപാടി ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി പ്രസിഡന്റ് ഹജ്ജിന് പോയി വന്നതിന് ശേഷമാണ് ആ പരിപാടി. പ്രസിഡന്റ് ഞാൻ ആ കാര്യത്തിൽ TK കോളനി അംഗനവാടി ഞാൻ പ്രസിഡന്റ് മാത്രമേ അഭിനന്ദിക്കുള്ളൂ. മറ്റുള്ളൊരു കുട്ടിക്കതിൽ ഒരു ഇതുമില്ല. അത് മുടക്കിയത് അല്ലല്ല, ഭിന്നശേഷി കുട്ടികൾക്ക് അതിന് പ്രത്യേകം ഭരണസമിതി പിന്നെ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് ഇപ്പൊ നമുക്കറിയാം പുതിയ കെട്ടിടം, വാഹനം, കുടുംബശ്രീയുടെ ഒക്കെ സഹായത്തോടെ വാഹനം, അതിനൊക്കെ പഞ്ചായത്ത് ഭരണസമിതി അതിനൊക്കെ പ്രാധാന്യം നൽകി എല്ലാ മേഖലയിലും ഇറങ്ങി. ഇപ്പൊ മാലിന്യ സംസ്കരണം പറയാതിരിക്കാൻ വയ്യ. മാലിന്യ സംസ്കരണം നാട് നേരിടുന്ന വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. എത്രയാണ് 50,000 പിന്നെ 490 ടണ്ണാണ് ഒരു വർഷത്തിൽ മാലിന്യം അമരമ്പലം ഗ്രാമപഞ്ചായത്തിന് കയറ്റി വിടുന്നത്. 38ഓളം ആളുകൾ അതിൽ ജോലി ചെയ്യാണ്. നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കുടുംബശ്രീയുടെ പ്രവർത്തനം, കുടുംബശ്രീ വനിതാ പ്രൊജക്റ്റായിട്ട് നിരവധി വെക്കാന് പിന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ISO കിട്ടിയ കുടുംബശ്രീയായി, നമ്മുടെ ജില്ലയിൽ തന്നെ ISO കിട്ടിയ കുടുംബശ്രീ ആയിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുവരെ പരിപാടിയിൽ പങ്കെടുത്ത അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇല്ലിക്കൽ ഹുസൈൻ, പ്രതിപക്ഷ നേതാവ് VK ബാലസുബ്രഹ്മണ്യൻ എന്നിവർക്ക് രണ്ടുപേർക്കും നന്ദിയോടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.